വേറൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് മൈൻക്രാഫ്റ്റ് ഒന്നുമല്ല, അതുപോലെ തന്നെ ഉള്ള ഒന്നാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിൽ എൻ്റെ ഒരു സീക്രട്ട് ലെയറിൻ്റെ ബാക്കി നമ്മൾ ഇന്ന് കാണാൻ പോവുകയാണ്. അതിൻ്റെ കൂടെ എൻ്റെ വില്ലേജിൻ്റെ ഒരു ടൂറും കൂടെ കാണിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോവാം ഗൈസ്. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ വീട്. അപ്പോൾ ഇവള് താഴെ ശരിക്കും ഒരു പബ്ബായിരുന്നു. പബ്ബെന്ന് വെച്ചാൽ കള്ളല്ല, ഇങ്ങനെ നമ്മളിങ്ങനെ ചില്ല് ചെയ്യുന്ന സ്ഥലമായിരുന്നു. പക്ഷെ ഇപ്പം അവിടെയൊക്കെ പൊളിഞ്ഞ് ബോംബ് പണ്ടൊരിക്കൽ ഇവിടെ വീണായിരുന്നു. അപ്പം അതിന് ശേഷം ഇപ്പോൾ ഇവിടെ ആരും ഇറങ്ങാറില്ല. അങ്ങനെ നമ്മൾ ഇത് തുടങ്ങാം. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ വീട്? ഇത് ഞാൻ തന്നെ ബിൽഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം പ്രസ് ചെയ്യാം, താഴോട്ട് പോകും. ഗൈസ് നമ്മുടെ താഴെ ഭാഗത്തെത്തി. ഇവിടെ ഇനി ഡെക്കറേറ്റ് ചെയ്യണം. നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാം. പോയിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ ബ്രിക്ക് എടുക്കാം. ഈ ബ്രിക്ക് കുറേ ഞങ്ങൾ വെക്കാം ഗൈസ്. കുറേ ഇങ്ങനെ പോയി വെക്കാം. എന്നിട്ട് നമ്മൾ ഈ ബ്രിക്ക് എടുക്കാം. ഈ ബ്രിക്ക് ഇങ്ങനെ നമ്മൾ അടുത്ത ബ്രിക്ക് എടുക്കാം. നമ്മൾ ഫസ്റ്റ് റൂം ഡെക്കറേറ്റ് ചെയ്തു. സെക്കൻഡ് റൂമിൽ കുറച്ച് ഡയമണ്ടും ഗോൾഡും ഉണ്ട് ഗൈസ്. അടുത്ത റൂമിൽ കുറച്ച് റെയർ റൂബീസ് ഒക്കെ ഇങ്ങനെ ഒരു സിൽവർ പ്ലേറ്റിൽ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കിൽ ഗൈസ് ഡയമണ്ടിൻ്റെ ഏറ്റവും പുതിയ ഡയമണ്ട്. പിന്നെ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും റെയർ സാധനങ്ങൾ. അവിടെ പോവുകയാണെങ്കിൽ സാധനങ്ങളുണ്ട് ഗൈസ്. ഈ രണ്ട് സാധനങ്ങൾ ലോകത്ത് വേറെ എങ്ങും കിട്ടാത്ത സാധനങ്ങൾ ഞാൻ ഇതിൻ്റെ അകത്ത് അടച്ച് പൂട്ടി വെച്ചേക്കുവാണ് ഗൈസ്. നമ്മൾ ഇവിടെ നിന്നാൽ എന്ത് നമുക്ക് മേലോട്ട് പോവാം. എന്താ വെച്ചാൽ ഇനി ഇവിടെ മറിച്ച് വരാം. ഓക്കെ ഗൈസ്, ഇതാണ് എനിക്ക് ഈ ഗെയിമിനെ പറ്റി ഇഷ്ടമില്ലാത്ത. ഓക്കെ, നമ്മൾ ഇനി ഇതെടുക്കാം. കണ്ടോ? നമ്മൾ ഇനി
മേളിലോട്ട് പോകാം ഗൈസ്. ഇതാണ് ഗൈസ് എൻ്റെ വീട്. ഡെക്കറേറ്റഡ് ആയിട്ടുള്ള വീടാ. നമുക്കത് മതി. കണ്ടോ ഇവിടെ ഇത് കണ്ട ആ ബുക്ക് സ്റ്റാൻഡിൻ്റെ ഇത് കാണാം. പിന്നെ അപ്പുറത്തോട്ട് പോയാൽ ടി വിയുടെ ഇതും കാണാം. ടി വിയാ ഗൈസ്. താഴോട്ട് പോയി ആരും നോക്കാത്തടാ. ശരിക്കും ഒരു 5 സ്റ്റാർ വാഷ്റൂമാണ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മളുടെ കിച്ചൺ. ഇവിടെ നമുക്ക് കുക്ക് ചെയ്യാം ടി വി കണ്ടുകൊണ്ട്. ഇപ്പോഴത്തെ കുറച്ച് വീട്ടുണ്ട്, ഗ്രില്ലുണ്ട്. പിന്നെ ഇങ്ങോട്ട് ടോയ്ലറ്റാണ്. ലക്ഷറിയസ് ടോയ്ലറ്റാണ് ഗൈസ്. സൈഡുണ്ട്, ടി വി ഉണ്ട്. നമുക്ക് കക്കൂസിൽ ഇരിക്കുമ്പോൾ ടി വി കാണാം. കക്കൂസല്ല, ടോയ്ലറ്റിൽ ഇരിക്കുമ്പോൾ ടി വി കാണാം. ഇതാണ് മേലോട്ട് പോകുന്ന വഴി. ഞാനിപ്പോൾ പറക്കുമായതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ഇതാണ് നമ്മളുടെ മെയിൻ ഹോള്. കുറേ ചെയറുണ്ട് ഗൈസ്. ഇവിടെ ഇരിക്കാൻ പറ്റില്ല ഗൈസ്. ഇതാണ് ഗൈസ് എൻ്റെ സ്കിൻ. എങ്ങനെയുണ്ട് ഗൈസ്? ഞാൻ റൈഡ് ചെയ്യുവാണെങ്കിൽ ഇതാണ് എൻ്റെ ലൈൻ. ഇതാണ് എൻ്റെ ഡ്രാഗൻ. എന്നെ കാണാം. ഇതാണ് എൻ്റെ ഡ്രാഗൻ. എങ്ങനെയുണ്ട് എൻ്റെ സ്കിന്ന്? ചെറിയൊരു പോണ്ട്. പിന്നെ ഇങ്ങോട്ട് പോയാൽ ഇഷ്ടം പോലെ ഫ്ലവേഴ്സ്. എൻ്റെ പട്ടിക്കൂട്. ബാക്കിലോട്ട് പോയാൽ അധികമൊന്നുമില്ല. പിന്നെ ഇങ്ങോട്ട് വന്നാൽ ഇത് പവലിയോൺ എന്നാണ് എന്നെ പറയുന്നത്. ഇത് ആൾക്കാർ റെസ്റ്റ് ചെയ്യാനൊക്കെ വരുന്ന സ്ഥലമാണ്. ഇതാണ് മേശിരിപ്പണിക്കാരൻ്റെ വീട്. ഇവിടെ ആൾക്കാർക്ക് എന്തെങ്കിലും ഫിക്സ് ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. ഇതാണ് ചർച്ച്. അകം ഞാൻ കാണിച്ചു തരാം. ചർച്ചിൻ്റെ അകം ഇതാണ് ചർച്ചിൻ്റെ അകം. അതായത് നമുക്ക് ജീസസിൻ്റെ ഫോട്ടോ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് പക്ഷെ ഞാനൊരു മുട്ടനൊരു ക്രോസ് ഉണ്ടാക്കി. ഗൈസ് ഓക്കെ ഗൈസ്. ഇപ്പോഴത്തൊരു ആരാടാ എൻ്റെ മുഖത്ത് നോക്കി. ഇപ്പോഴത്തെ നമുക്കൊരു ഓഡിറ്റോറിയം ഉണ്ട്. കണ്ടോ ഗൈസ്? കല്യാണം ഒക്കെ നടക്കണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. പിന്നെ ഇവിടെ വലിയൊരു RIPയുടെ ഇതുണ്ട്. ഇത് ഏറ്റവും വലിയ പള്ളിയച്ചന്മാരെ അടക്കുന്ന സ്ഥലമാണ് ഇവിടെ. അങ്ങോട്ടൊന്നുമില്ല. ഇത് ഒരു ചെറിയ ഒരു വീടാണ്. ഇങ്ങോട്ട് വരണമെങ്കിൽ കുറച്ച് പാടാണ്. ഞാൻ ഇവിടെ ബ്രിഡ്ജ് ഉണ്ടാക്കണം. അല്ലെങ്കിൽ വരണമെങ്കിൽ എന്തോ ചെയ്യുന്നത് വെച്ചാൽ ഇവിടുന്ന് ഒരു ബോട്ട് പിടിക്കണം. എന്നിട്ട് ഇവിടെ വന്ന് ഇറങ്ങണം. ഇത് ശരിക്കും ഒരു ഡാം ആയിരുന്നു. ഈ സാധനം എങ്ങനെ വന്നെന്ന് എനിക്ക് ഒരു പിടിയുമില്ല. ഇത് ശരിക്കും ഒരു ഡാം ആയിരുന്നു. മുട്ടനൊരു ഡാം. ഇവിടെ ഇതെങ്ങനെ വന്നെന്ന് എനിക്കറിയത്തില്ല. ഈ സാധനം എങ്ങനെ വന്നെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇവിടുന്ന് ഇങ്ങോട്ടൊരു ബ്രിഡ്ജുണ്ട്. ഫുട്ബോൾ സ്റ്റേഡിയം ആയിരുന്നു. പക്ഷേ പൊളിഞ്ഞ് തകർന്ന് തലപ്പറന്ന്. പിന്നെ ഇവിടെ ഒരു ഇതുണ്ട്. മറ്റേ പാട്ട് പാടുന്ന ഇതുണ്ട്. പിന്നെ ഇവിടെ ട്രീ ഹൗസ് ഉണ്ട്. ഇതാണ്ട് ഹെലികോപ്റ്റർ. പിന്നെ ഇവിടെ നമ്മുടെ ഏറ്റവും പുതിയ ജാപ്പനീസ് സ്റ്റൈൽ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. നമുക്ക് ഇവിടെ കൂടെ ഇങ്ങനെ നടക്കാം. എന്തോ രസമാണ് ഗൈസ് ഇങ്ങനെ നടക്കാൻ. ഓക്കെ ഗൈസ്, ഇവിടെ വന്നാൽ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ കല്യാണത്തിന് അങ്ങനെയല്ല, ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാം. ഏത് തരത്തിലുള്ള ഫോട്ടോസും ആവാം. എന്നിട്ട് ഇങ്ങോട്ട് പോയ ബീക്കനുണ്ട്. ബീക്കൻ എന്ന് വെച്ചാൽ ഇങ്ങനെ ലുക്കൗട്ട് പോസ്റ്റ്. ഇത് എൻ്റെ വീടിൻ്റെ ലുക്കൗട്ട് പോസ്റ്റാണ്.
പിന്നെ ഇങ്ങോട്ട് താഴെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഞാൻ ഇവിടുന്ന് കാണിച്ചു തരാം. റെസ്റ്റോറൻ്റ് ഉണ്ട്. പിന്നെ ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം, അല്ലെങ്കിൽ യൂട്യൂബ് എന്നെ അലവ് ചെയ്യത്തില്ല. 20 മിനിറ്റ് കൂടുതൽ വീഡിയോ എടുക്കും. ഇതൊരു ചെറിയ പാവങ്ങളുടെ സ്ഥലമാണ്. ഇവിടാണ് പാവങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്നത്. ഇതാണ് ഡോക്ക് എന്ന് പറയുന്നത്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ബുർജ് ഖലീഫയുടെ കാട്ടും വലിയ ബിൽഡിംഗ് ആണിത്. പിന്നെ ഇങ്ങോട്ട് പോയ വൈറ്റ് ഹൗസ് ഉണ്ട്, ഇവിടുത്തെ പ്രസിഡൻറ്റിൻ്റെ വീട്. ഞാൻ പെട്ടെന്ന് ഇത് ട്രീ ഹൗസ്. ഇതൊരു വലിയ ഒരു ഹോട്ടല്. ഇത് എൻ്റെ ക്ലിനിക്ക്. നിങ്ങൾ എൻ്റെ ക്ലിനിക്ക് കണ്ടാണോ? ഇതിൻ്റെ ഒരു 1/, ഒരു ഫുൾ സ്കെയിൽ റെപ്ലിക്കയാണിത്. പിന്നെ ഇവിടെ ഒരു മ്യൂസിക് സെൻ്റർ ഉണ്ട്. പിന്നെ ഇവിടെ ഏറ്റവും വലിയ വീടുണ്ട്. ഇവിടുത്തെ ബില്യണറിൻ്റെ വീടാണ്. പക്ഷേ ശരിക്കുള്ള ബില്യണർ അല്ല, ട്രില്യണർ ഞാൻ. എന്താണെന്ന് വെച്ചാൽ ഈ സ്ഥലം മൊത്തം ഉണ്ടാക്കിയത് ഞാനാ. പിന്നെ ഇവിടെ ഒരു ഫാം ഹൗസ് ഉണ്ട്, 2 ഹൗസസ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു പോർഷൻ ഉണ്ടാക്കുന്ന സ്ഥലമുണ്ട്. പിന്നെ ഒരു ഗാർഡൻ ഹൗസ് ഉണ്ട്, ഐഫിൽ ടവർ ഉണ്ട്. ഇതാണ്ട് മറീന ബേ സാൻഡ്സ് ഉണ്ട്. മേലിൽ നമുക്ക് പോയി ഉണ്ടോ കൊള്ളാല്ലേ, മറീന ബേ സാൻഡ്സ് ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ ടവർ. ഞാൻ അങ്ങോട്ട് ഉണ്ടാക്കിയില്ല, എന്താണെന്ന് വെച്ചാൽ ഇതാണ് നമ്മളുടെ രാജ്യം. ഞാൻ കാണിച്ചു തരാം, ഫുള്ളായിട്ട് കാണിച്ചു തരാം. ഇതാണ് ഗൈസ് എൻ്റെ സാമ്രാജ്യം. ഇവിടെ ഹോട്ടലുണ്ടായിന് ഗൈസ്. ഇവിടെ നമ്മളുടെ എവിടെയാണ് കാണിച്ചു തരാം. ഈ ഭാഗത്ത് നമ്മളുടെ മാർക്കറ്റ് ഏരിയയാണ്. പിന്നെ മാർക്കറ്റ് ഏരിയ ആണ്. പിന്നെ ഇവിടെ ബീക്കൺ ഉണ്ട്. ഇവിടെ അമ്യൂസ്മെൻറ്റ് പാർക്കുണ്ട് ഗൈസ്, സ്വിമ്മിംഗ് പൂൾ. അതൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ ഈ അമ്യൂസ്മെൻറ്റ് പാർക്കും ആ ഹോട്ടലിൻ്റെ അകം മൊത്തം കാണിക്കുന്ന വേറെ വീഡിയോ എടുക്കാം. പിന്നെ ഇതൊരു എയർപ്ലെയിൻ ഉണ്ടാക്കുന്ന റൺവേ ആണ്, പക്ഷെ അങ്ങോട്ട് ഇപ്പോൾ ഇല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്. ബൈ. ഇഷ്യൂസ് സൈനിങ് ഔട്ട്.